നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേയുമായി ബന്ധപ്പെട്ട് എളുപ്പത്തിൽ എങ്ങനെ ഒരു ഹെയർ ബോ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ വയർ ബോ എടുത്തിട്ടുണ്ട്. പിന്നീട് ട്രൈ കളർ ബീഡ്സ്, വൈറ്റ് ബീഡ്സ്, എൻഡ് ടേപ്പ്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു മോഡൽ ചെയ്യുന്നതിന് 2 വയർ ബോ ചേർത്ത് വെച്ചിട്ട് ഈ വയർ ബോയിൽ നമുക്ക് എൻഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ബോയിലൂടെ ഒരു 16 ബീഡ് വീതം ഇട്ട് കൊടുക്കാം. വൈറ്റ് ബീഡ് 16. ഞാനിവിടെ ക്രിസ്റ്റൽ ബീഡാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ടൈപ്പ് ബോ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെ 2 സൈഡിൽ നിന്നും 2 ബോയിലേക്കും ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇനി നമ്മൾ ഫ്ലവർ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് 2 ഹോൾ ഉള്ളതാണ്. അപ്പൊ നമുക്കിത് 2 ബോയിലൂടെയും അകത്തേക്ക് കയറ്റി കൊടുക്കാം. ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിനുശേഷം 2 വൈറ്റ് ബീഡ് കൂടി ഇട്ട് കൊടുക്കാം. രണ്ടെണ്ണം വീതം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ അടുത്തതായിട്ട് ഇതിന് തൊട്ടിപ്പുറത്ത് വൈറ്റ് കൊടുത്തിട്ട് ഗ്രീൻ കൊടുക്കാം. അതല്ലെങ്കിൽ 2 ഓറഞ്ച് കളർ കൊടുത്തിട്ട് അടുത്ത കളർ കൊടുക്കാം. നമുക്ക് മറ്റൊരു മോഡൽ ബോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വയർ ബോ എടുത്തിട്ടുണ്ട്, എൻഡ് ടേപ്പ്, പിന്നെ ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വയർ ബോയിലേക്ക് എൻഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് 2 പച്ച ബീഡ് ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു വൈറ്റ് ബീഡ്, അതിനുശേഷം 2 ഓറഞ്ച് ബീഡ്, വീണ്ടും ഇതുപോലെ ഒരു വൈറ്റ് ബീഡ്, 2 പച്ച, പിന്നീട് 2 ഓറഞ്ച്. ഇങ്ങനെ ബീഡ്സ് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ബീഡ്സ് അറേഞ്ച് ചെയ്യാം. ഇത് നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അടുത്ത ഭാഗത്തും എൻഡ് ടേപ്പ് ഒട്ടിച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് പല മോഡലിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇതിപ്പോ ഞാൻ ഇവിടെ 2 കളറും മുത്തുവീതമാണ് ഇട്ടേക്കുന്നത്, പച്ചയും ഓറഞ്ചും. ഇവിടെ പക്ഷെ ഓരോ കളർ ബീഡ്സ് വീതം ഇട്ട് ചെയ്തേക്കുന്നതാണ്. ഇതുപോലെ വേറൊരു മോഡൽ ചെയ്തതാണിത്. 3 മോഡല് ചെയ്തെടുത്തിട്ടുണ്ട്.